ആർട്ടിസ്റ്റിനും പ്രകാശിന്റെ ടീമിനും എല്ലാ ഭാവങ്ങളും വിജയാശംസകളും. നന്ദി. സുഹൃത്തുക്കൾക്ക് നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് KP സാറിനായിരുന്നെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതുമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലപ്പഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിന് പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഒരുപാട് ചന്ദ്രന്മാരുണ്ട്. ഇത് പാടണം, കാരണം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാ ഇത്. ഒരുപാട് ഞാനും പാടിയിട്ടുണ്ട് കുറെ സ്ഥലത്ത്. ചന്ദ്രികേ തേടുന്നിരുന്നിരോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നിരുന്നിരോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ. താങ്ക് യു സർ. ഇത്ര അടിപൊളിയായിട്ട് പാടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും റിക്വസ്റ്റിംഗ് യു ഓൾസോ ടു കൈൻഡ്ലി സ്റ്റേ ബാക്ക്. സർ നന്നായി പാടി കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈ ഹാർട്ട് ഇസ് ഫിൽഡ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് സർപ്രൈസാണ്. സത്യം പറഞ്ഞ ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു 4 സിനിമയിലെ ഡയറക്ടേഴ്സ്, ഇപ്പൊ 5 സിനിമയിലെ ഡയറക്ടേഴ്സ് കേട്ടിരിക്കുകയാണ്. എനിക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് യോഷി സാറുണ്ട്, സിബി സാറുണ്ട്, പിന്നെ ശ്യാമ സാറ്. ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിന്റെ വർക്കിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. എന്തായാലും 2 വേദികളിൽ ഇതുപോലെ